ഒന്ന് ഫോൺ എടുക്കമ്മ. എന്താടാ? അമ്മ ഇത് എവിടെയാ? അമ്മ എന്തിനാ കറുത്ത കുപ്പായിട്ട് ഇവിടെ എത്തിയത്? ദേവികയുടെ മൂക്കിൽ നിന്ന് ചോര വരുത്താൻ. എന്താടാ? അവൾ അമ്മയെ പിടിച്ചിരുന്നെങ്കിലോ? അതിനുള്ള ധൈര്യം അവക്കുണ്ടോ? ശരത്തെ, അവൾ ഉറങ്ങിയില്ലെങ്കിൽ നീ പോയി ചോദിക്ക് അവളുടെ മൂക്കിൽ നിന്ന് എത്ര തുള്ളി ചോര ഇറ്റൂന്ന്. അതൊക്കെ ശരിയാമേ, പക്ഷേ അമ്മ പിടിക്കപ്പെട്ടിരുന്നെങ്കിലോ? അവിടെ തീർന്നേനെ കളി. പിടിക്കപ്പെടാനല്ലല്ലോ ഞാൻ ഈ കളി നടത്തുന്നത്. എടാ, നിത്യയ്ക്കൊരു നാച്ചുറൽ ഡെത്ത്, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ നമ്മൾ കരുതിയതിലും അപ്പുറമാണ് ദേവിക. അമ്മയ്ക്ക് അത് ഇപ്പോഴാണോ മനസ്സിലായത്? കെണിവെച്ച അപകടത്തിന്റെ ചൂര് കൃത്യമായി മണത്തെറിഞ്ഞ് വെട്ടി ഒഴിഞ്ഞു പോവാൻ തക്ക പ്രാണശക്തിയുള്ള ആളാവള്. അവളുടെ മൂക്കിൽ നിന്ന് എത്ര തുള്ളി ചോര വന്നു എന്ന് നീ ചോദിക്കടാ. മനസ്സിന് തീ പിടിക്കുമ്പോൾ ഞാനിങ്ങനെ പലതും ചെയ്യും. അവളെ ഇഞ്ചിഞ്ചായി ഈർച്ചവാളിന് മേളിലിട്ട് കഷ്ണം കഷ്ണമാക്കുന്നത് എന്റെ ഒരു ഹരവാശരത്തെ. അടുത്ത ദിവസം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവളുടെ കണ്ണുകളിലെ ഭയത്തിന്റെ മാപിനി അളക്കാൻ. പിടി കൊടുക്കത്തില്ല, പിടിക്കാൻ ആർക്കും പറ്റത്തുമില്ല. നീ വെച്ചോ ശരത്തെ. ഹലോ. എന്താടാ? മൂഞ്ചി ഉടഞ്ഞു പോച്ചാ? അല്ല, മോന്തയ്ക്ക് പരിക്ക് പറ്റിയോന്ന്? ഒരു 2 തുള്ളി ചോര പൊടിഞ്ഞു എന്ന് കരുതി ദേവിക ചത്തൊന്നും പോകത്തില്ല. അയ്യോ, നീ പൂച്ചയുടെ ജന്മമല്ലേ? 7 ജന്മം, 7 പുനർജന്മം. എങ്ങനെ എടുത്തെറിഞ്ഞാലും 4 കാലിൽ സേഫ് ലാൻഡിങ്. അതെടാ, നിന്റെ ഒടുക്കം കാണുന്നത് വരെ നിന്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. നിന്നെ കൊല്ലാനാണെങ്കിലേ ഇപ്പോഴും എനിക്കതിന് സാധിക്കും. മരണമല്ല നിനക്ക് അർഹതപ്പെട്ട ശിക്ഷ. എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നീ നടക്കണം. ആ കാണാം. പിന്നെ നിന്റെ അമ്മയോട് പറഞ്ഞേക്കേ, ഇനി കറുത്ത കുപ്പായം ഇട്ട് ഫാൻസി ഡ്രസ് നടത്താനായിട്ട് ഇങ്ങോട്ട് വന്നാല് കത്തിക്ക് വരഞ്ഞ് ഞാനങ്ങ് വിടുന്നു. ചോര ദേവികയുടെ ശരീരത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്. ഒരു 2-3 ലിറ്റർ ചോരയൊക്കെ പ്രഭാവതിയുടെ ശരീരത്തിലും കാണുമായിരിക്കും അല്ലേ? പോടാ. ഒരു ചാവേറിന്റെ മനസ്സോടെ നിൽക്കുന്നവളാ ഞാൻ. എന്നെ മനസ്സിലാക്കാതെ പോയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വേദന മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അത് പക്ഷേ എനിക്ക് അഗ്നിയാ. മുമ്പോട്ട് ചലിക്കാനും പായാനും പറക്കാനുള്ള ഇന്ധനം. ഒറ്റ ചെറുകി പറക്കാനും അത് കൊള്ളാം. നീ എവിടെ പറഞ്ഞാലും ഞാനും എന്റെ അമ്മയിലടി നിന്റെ പിന്നാലെ. എന്റെ അമ്മ ഇനി ഇവിടെ വരും. നിത്യയെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി കൊല്ലും. അവളുടെ ചീതയിലെ കനല് കെടും മുമ്പ് നിന്റെ കഴുത്തിൽ ഞാൻ താലിയിട്ടു. എനിക്ക് വേറെ പെണ്ണ് കിട്ടാനിട്ടൊന്നുമല്ല. ഇതെന്റെ അമ്മയ്ക്കും എന്റെ കൂടപ്പിറപ്പിന്റെ ആത്മാവിനും ഞാൻ നൽകിയ വാക്കാ. എന്തായിരുന്നു ശരത്തെ അവിടെ ഒരു സംസാരം? എന്റെ അമ്മേ, ഞാൻ സംസാരിക്കാൻ പോയതൊന്നുമല്ല. അവരുടെ രഹസ്യ ഫോൺ സംഭാഷണം കേട്ടപ്പോ ഒന്ന് കാതോർത്തതാ. രഹസ്യ ഫോൺ സംഭാഷണോ? ആ സിദ്ധാർത്ഥനുമായിട്ട്. ഇവിടെ ഒരു ഇല അലിഞ്ഞ അവനെ അറിയിക്കണമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ വഴക്കം. വഴക്കവും പഴക്കവും. ദേവിക എന്താ പറഞ്ഞേ? ഉദ്ദേശ പോലെ കാര്യങ്ങൾ ഏറ്റില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ?
പറഞ്ഞമ്മേ, ഞാൻ എന്റെ ഈ കാതുകൊണ്ട് കേട്ടല്ലേ. അതിനർത്ഥം എന്താ? എന്നതാ പാർവതി? ഇവിടെ നടന്ന സംഭവം ദേവിക അപ്പൊ തന്നെ സിദ്ധാർത്ഥനെ വിളിച്ച് പറഞ്ഞു. ശരത്ത് കേട്ടൂന്ന്. അവൾ അത് ചെയ്യും. അവനാണല്ലോ അപകടത്തിന്റെ ആണിക്കല്ല്. എന്നിട്ട് ശരത്തുമോൻ ചോദിച്ചില്ലേ അവളോട് എന്തിനാ ആ ചിത്താർത്ഥനെ വിളിച്ചതെന്ന്? അയ്യോ, ചോദിക്കാൻ ഞാൻ ആരാ മുത്തശ്ശി? ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം എന്റെ അമ്മയല്ലേ ഇതിനിടയ്ക്ക് പിടിച്ചിട്ടത്. ശോ, പാവം പ്രഭാവതി. ചോദ്യം ചെയ്ത ആളെ ഇറക്കി കൊന്നു കളയുന്ന അവരുടെ ഭീഷണി. അല്ല, അതിനവർക്ക് ആൾക്കാരുണ്ട്. ബുദ്ധി ഉപദേശിക്കാൻ ഡോക്ടർ നിരഞ്ജൻ, കത്തിയെടുക്കാം പരുന്തും ഇരുട്ട് സത്തിന് ഉൾപ്പെടുന്ന ഗുണ്ടാ പട്ടാളം, പിന്നെ കേസ് വാദിക്കാൻ നമ്മുടെ കഥാനായകൻ വക്കീലും ഉണ്ടല്ലോ. എന്റെ പാർവതി, അവളിങ്ങനെ പാതിരാ നാടകങ്ങൾ ഒരുപാടുണ്ടാക്കും. എടി, സൂക്ഷിക്കേണ്ടത് നമ്മളാ. അതെ, കൊലപാതകം ചെയ്താലും അവര് മനോരോഗി എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. ആ, ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ഏത് കേസിൽ പിടിക്കപ്പെട്ടാലും മാനസിക രോഗി എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. ഛേ, ഒന്ന് വെട്ട് കിട്ടിയപ്പോ ശരത്തുമോൻ അവളോട് ക്ഷമിക്കരുതായിരുന്നു. എല്ലാം കുടുംബത്തിന് വേണ്ടിയല്ലേ മുത്തശ്ശി ഞാൻ സഹിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കേ, അവർ ഈ കുടുംബത്തിന് വരുത്തിയ നാശവും നഷ്ടങ്ങളും. സുധിസാറ് പോയി. അതിനു മുമ്പ് എന്റെ ചേട്ടനെ പരലോകത്തേക്ക് പറഞ്ഞയച്ചു. എന്നെ കൊല്ലാൻ നോക്കി. നിത്യമോളെ ഈ പരുവത്തിലാക്കി. എന്നിട്ടും നമ്മളൊരു വിഷവൃക്ഷത്തിന് വെള്ളം കോരുന്നു. പാർവതി, ദേ, ഇന്ന് രാത്രി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മനോഹര, എടാ മനോഹര, എടാ മനോഹര. എന്നാ അമ്മേ? നീ എന്തെടുക്കോടാ അവിടെ? ആ, ഞാനേ നമ്മുടെ ആ എണ്ണക്കിണറിന്ന് കുറച്ച് ക്രൂഡ് ഓയിലേ കോരി എടുക്കുമായിരുന്നു. അങ്ങ് ദുബായിന്ന് പഠിച്ച വിദ്യ. അയ്യോടാ, അവന്റെ ഒരു പരിഹാസം. പരിഹാസം അല്ല അമ്മേ. ഞാൻ എന്താ ചെയ്തതെന്ന് അമ്മയ്ക്ക് അവിടെ നോക്കാൻ മേലായിരുന്നോ? പിന്നെന്തിനാ ഒരു ചോദ്യം ചെയ്യൽ? അല്ല, നീ അടുക്കളയിൽ കയറുന്ന പതിവില്ലല്ലോ. ഇന്നെന്താടാ ഒരു പുതുമ? ബാക്കിയുള്ളവർക്കൊക്കെ പുതുക്കം ആകാമെങ്കിലേ ഞാനായിട്ട് എന്നത്തിനാ കുറയ്ക്കുന്നേ? ഞാനേ കുറച്ച് ജീരകവെള്ളം തിളപ്പിച്ചതാ. ആർക്ക്? ദേവിയെ മോക്ക്. ഉള്ള കാര്യം ഞാനങ്ങ് പറയാലോ മനോഹര. ദേവിക ഉള്ള വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് അതുകൊണ്ട് ദേവിക ഇവിടുന്ന് മാറ്റണം.